ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 249 മുതൽ 259 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 249 നാമം പഞ്ചപ്രേതാസനാസീന. പഞ്ചപ്രേതങ്ങളെ ആസനമാക്കിയിരിക്കുന്നവൾ, ഇരിപ്പിടമാക്കിയിരിക്കുന്നവൾ. മുമ്പും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പഞ്ചപ്രേതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെയാണ്. മുമ്പ് പറഞ്ഞത് മറ്റൊരു വാക്കിലൂടെ പറയുകയാണ്. ഇവരെ പ്രേതങ്ങൾ എന്ന് പറയുന്നത് ദേവി ഇല്ലെങ്കിൽ ഇവരൊക്കെ നിശ്ചേഷ്ടരാണ്. അവർക്കൊന്നും അവരുടെ ക്രിയകൾ ചെയ്യാൻ സാധിക്കില്ല. ദേവിയാണ് അവരുടെ ഒക്കെ ചിത്തം, അല്ലെങ്കിൽ സത്ത്. ദേവി ഇല്ലെങ്കിൽ എല്ലാവരും പ്രേതങ്ങളാണ്. സത്ത് പോകുമ്പോൾ ചത്തുപോകുന്നു എന്ന് പറയുന്നത് പോലെ ദേവി കൂടെയില്ലെങ്കിൽ, ആ ശക്തി സ്വരൂപിണി കൂടെയില്ലെങ്കിൽ എല്ലാവരും പ്രേതങ്ങളാണ്. അങ്ങനെ ഉള്ളവരെ തൻ്റെ ഇരിപ്പിടമാക്കിയിരിക്കുന്നവൾ എന്നർത്ഥം. ഇനി 250 നാമം പഞ്ചബ്രഹ്മസ്വരൂപിണി. പഞ്ചബ്രഹ്മങ്ങൾ തൻ്റെ സ്വരൂപമായിട്ടുള്ളവൾ. ശിവന്റെ പലതരത്തിലുള്ള ഭാവങ്ങളെയാണ് പഞ്ചബ്രഹ്മങ്ങളായിട്ട് പറയുന്നത്. ഇത് സ്വരൂപമായിരിക്കുന്ന ദേവി എന്നർത്ഥം. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഒന്നായിട്ടും, രണ്ടാമത്തേത് പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, ഇതെല്ലാം കൂടി പഞ്ചബ്രഹ്മങ്ങൾ. ഇത് സ്വരൂപമായിരിക്കുന്നവൾ എന്നും അർത്ഥം വരുന്നുണ്ട്. ഇനി 251 നാമം ചിന്മയി. ചിത് എന്ന് പറഞ്ഞാൽ ബോധം. ബോധസ്വരൂപിണിയാണ് ദേവി എന്നർത്ഥം. ഇനി 252 നാമം പരമാനന്ദ. ദേവി നിറഞ്ഞ ആനന്ദത്തോടു കൂടിയവളാണ്. പരമാനന്ദ സ്വരൂപിണിയാണ് എന്നർത്ഥം. ഇനി 253 നാമം വിജ്ഞാനഘനരൂപിണി. വിജ്ഞാനമെന്നാൽ ആത്മജ്ഞാനം അനുഭവിക്കുക. ആ അനുഭവം എന്നത് ദേവി തന്നെയാണ്. ഘനമെന്നാൽ നിറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ചൈതന്യം, ആ വിജ്ഞാനം ഒരു രൂപം പൂണ്ടാൽ അത് ദേവിയായി. അപ്പോൾ ദേവിയെ അറിഞ്ഞാൽ ആ ബ്രഹ്മത്തെ അറിയാം. അതാണ് ആ പേര് വന്നത്. ഇനി 254 നാമം ധ്യാനധ്യാതൃ ധേയരൂപ. ധ്യാനമെന്നാൽ സാധന, ധ്യാതൃ എന്നാൽ ധ്യാനിക്കുന്നവർ. ഇനി ധ്യേയമെന്നാലോ, ഏതിനെയാണോ ധ്യാനിക്കുന്നത് അത് ധ്യേയം. ഇത് മൂന്നും ദേവി എന്നാണ് പറയുന്നത്. അതായത് ധ്യാനമെന്ന സാധനയും ദേവി തന്നെ. ധ്യാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവനും ദേവി തന്നെയാണ്. ഇനി നമ്മൾ ധ്യാനിക്കുന്നതും ആ ദേവിയെ തന്നെയാണ്. ഈ മൂന്നും സ്വരൂപമായിരിക്കുന്ന ദേവി എന്നർത്ഥം. ഇനി 255 നാമം ധർമാധർമ്മ വിവർജിത. ധർമ്മ അധർമ്മ വിവർജിത. ധർമ്മ അധർമ്മങ്ങൾ ഏശാത്തവൾ, തീണ്ടാത്തവൾ. അതായത് ഈ ലൗകിക ജീവിതം നയിക്കുന്നവർക്കാണ് ധാർമ്മിക കൃത്യങ്ങൾ ചെയ്ത് പുണ്യം നേടണം, അധാർമിക പ്രവൃത്തികൾ ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ മായാതീതയായ ദേവിയെ സംബന്ധിച്ച് ധർമ്മം അധർമ്മം അങ്ങനെയൊന്നില്ല. സർവം ബ്രഹ്മമയമാണ് എന്നർത്ഥം.
ഇനി 256 നാമം വിശ്വരൂപ. ഈ വിശ്വം തന്നെ സ്വരൂപമായിരിക്കുന്നവൾ. ദേവിക്ക് സ്ഥൂല രൂപമാണ്, വിരാട രൂപമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ആ ശക്തിയാണ്. അങ്ങനെ ദേവി വിശ്വരൂപയാണ് എന്നർത്ഥം. ഇനി 257 നാമം ജാഗരണി. ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ജാഗ്രത് അവസ്ഥയിൽ ഇരുന്ന് ഈ ലോകത്തെ അനുഭവിക്കുന്നതും ജീവനായിട്ടിരിക്കുന്ന ഈ ദേവി തന്നെ എന്നർത്ഥം. ഇനി 258 നാമം സ്വപന്തി. സ്വപ്നാവസ്ഥയിൽ, സ്വപ്നലോകത്ത് നമ്മുടേതായ ചില സങ്കല്പങ്ങളുണ്ട്. അവിടെയും ജീവന്റെ ചൈതന്യമാണ് നമ്മെ നിലനിർത്തുന്നത്. അങ്ങനെ ആ സ്വപ്നാവസ്ഥയിൽ ജീവനായിട്ടിരിക്കുന്നതും ഇതേ ദേവി തന്നെയാണ്. അതുകൊണ്ട് സ്വപന്തി എന്നർത്ഥം. ഇനി 259 നാമം തൈജസാത്മിക. ഈ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്ന ദേവിയെ വിളിക്കുന്ന പേരാണ് തൈജസൻ. തൈജസൻ എന്നു പേരുള്ള ജീവാത്മാവായിട്ടിരിക്കുന്നവൾ ദേവി തന്നെ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ.